പരകായ പ്രവേശം, ശവപൂജ, ആയില്യം നക്ഷത്രം അത്യുത്തമം. ആയില്യം നക്ഷത്രം അത്യുത്തമം. രാമൻ ജോത്സനെ കാണാഞ്ഞപ്പോഴേ കരുതി ഇതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുന്നു. ഈശ്വരാ, ദേവി പൂജ മുടങ്ങിയല്ലോ. പൂച്ച കണ്ണടച്ച് പാലുടിക്കുന്നത് പോലെ ഇവിടെ വന്ന് കിടക്കുകയല്ലേ? ഞാൻ വരും, നീ റെഡി ആയിട്ട് നിന്നോണം. അനന്തേട്ടാ, അനന്തേട്ടൻ ഇത് എവിടെ പോയി? മുത്തശ്ശി, മുത്തശ്ശി അനന്തേട്ടനെ കണ്ടോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ല. നേരെ ഒരുപാടായി. കുട്ടി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. വേവോളം കാക്കാമെങ്കിൽ പിന്നെ 6 കാത്താലെന്താ? പേടിക്കണ്ട. പേടി വന്നാലേ പൊതപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒളിച്ചിരുന്നാ മതി കേട്ടോ.
നമുക്ക് വീട്ടിലേക്ക് പോകാം. കാലങ്ങളായിട്ട് നടക്കേണ്ടിയിരുന്ന ചടങ്ങ് മുടങ്ങിയല്ലോ എന്റെ ഈശ്വര. ഒരു പക്ഷെ ഒക്കെ നല്ലതിനായിരിക്കും. ഇതാദ്യമായിട്ടല്ല, മൂന്നാമത്തെ പ്രാവശ്യമായി മുടങ്ങണത്. അല്ല ഇതെന്താ, പാലും വേണ്ടേ? വരേണ്ടതൊന്നും വഴി തങ്ങില്ല എന്ന് കാരണവന്മാര് പറയണത് ശരിയാ. അല്ല ഇത് ആര്? സാൻ ഫ്രാൻസിസ്കോസ്കി നമ്മളെയൊക്കെ മറന്നല്ലേ? കള്ളിഷ് നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ എന്ത് കാര്യം പറയാനാ വന്നത്? രാമൻ ജ്യോത്സ്യര് മരിച്ച കാര്യം. ഭദ്രേ പനിമതി മുഖി ഭദ്രേ ആനന്ദൻ കാത്തിരിക്കുന്നു. എവിടെ? കൊളക്കടവില്. അവിടെ കാത്തിരിക്കുക. ആഹാ, ഇവിടെ ഇരിക്കായിരുന്നല്ലേ? നല്ല ആളാട്ടോ. ആന വരണപ്പോ ഞാൻ അനന്തണ്ണെ നോക്കി എവിടൊക്കെ നടന്നറിയോ? കണ്ടിട്ടൊരു മഞ്ഞൾ നീരാട്ട് കഴിഞ്ഞു വന്ന ലക്ഷണം ഉണ്ടല്ലോ. ദേവിയാക്കാൻ എല്ലാവർക്കും എളുപ്പാ, അത് മുടക്കാൻ ഞാൻ പെട്ട പാട്. എനിക്ക് ദേവി ആവണ്ടാന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. അപ്പൊ വിളക്കണിഞ്ഞു, ആന വരണ്ടു, കർമ്മവും മുടങ്ങി. സ്നേഹിക്കുന്നവരെ ഈശ്വരൻ കാക്കും അനന്തേട്ടാ. അനന്തേട്ടാ എന്താ ഒന്നും മിണ്ടാത്ത? ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? പക്ഷെ അനന്തേട്ടനെ എനിക്കറിയാം. മാന്ത്രികപ്പുരയിൽ വെച്ച് എന്താ ആഗ്രഹിച്ചെന്ന് എനിക്കറിയാം. മാന്ത്രികപ്പുര, നാഗമാണിക്യം, താളിയോലകൾ. നമുക്ക് ഒന്നുകൂടി അവിടെ പോണം. ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ നാഗമാണിക്യവും താളിയോലകളും നമുക്ക് വേണം. എന്റെ അമേരിക്കക്കാരാ ഇതാ പറയണേ, ശാസ്ത്രം അങ്ങ് ആകാശത്തോളം വളർന്നാലും ഭൂമിയിൽ വിശ്വാസത്തിന്റെ മണ്ണുണ്ടെന്ന്. മനസ്സിലായോ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തപ്പോ ദുർഗമയോ അങ്ങനെ അങ്ങ് ഇരുന്നോ. സ്നേഹിക്കുന്ന പുരുഷനെ പുറകെ വരുത്താൻ ഒരു വഴിയുണ്ട്. പാലപ്പൂവും ശംഖുപുഷ്പവും മയിൽപീലിയും ഇടത് കൈയിൽ വെച്ച്, ഒരു പിടി മഞ്ചാടിക്കുരു വലത് കൈവെള്ളയിലും വെച്ച്, ഇഷ്ടപ്പെട്ട ആളിനെ മനസ്സിൽ വിചാരിച്ച് 7 തവണ സ്നേഹമന്ത്രം ചൊല്ലിയാ സ്നേഹിക്കുന്ന പുരുഷൻ പുറകെ വരുന്ന മുത്തശ്ശി പറയാറ്. ഞാനൊന്ന് നോക്കട്ടെ.
അനന്തേട്ടൻ ഭദ്രയുടെ പുറകെ വരുമോന്ന്. സ്നേഹിക്കുന്നവരെല്ലാരും എന്നെ വിട്ടുപോവാ. രാമൻ ജോത്സ്യര് അത് കർമ്മാണ്. അച്ഛന് നേരത്രേ ഉണ്ടായിരുന്നുള്ളൂ. മരണത്തെക്കുറിച്ച് അച്ഛൻ എപ്പോഴും പറയും, ആളിറങ്ങാനില്ലാത്തൊരു വണ്ടി പോലെയാണ് മരണം. നാം കൈകാട്ടണ്ട, താനെ നിൽക്കും. നാം കയറണ്ട, പിടിച്ചു കയറ്റും. ആളിറങ്ങാനില്ലാത്ത വണ്ടി കയറാൻ ധാരാളം പേരും. ഉച്ച ചിതറിക്കിടക്കുന്ന മഞ്ചാടിക്കുരു അപശകുനങ്ങളാണല്ലോ ദേവി. മാടമ്പിലെ കുട്ടിയാ, അച്ഛനോട്ട് അത്ര അടുപ്പായിരുന്നു. എന്താ പറ്റിയാണോ എന്താ വൈദ്യരെ കുഞ്ഞെ. എന്താ ചെയ്യാ? ജോലി മണപ്പിച്ചിട്ട് ഒരു തുമ്പം കിട്ടിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാറേ, പട്ടിയേം പൂച്ചയും കൊണ്ട് മണപ്പിച്ചാല് ഡെഡ് ബോഡി എന്ത് കഴിച്ചോന്നറിയാന്നല്ലാതെ കേസിനെ പറ്റി ഒരു തുമ്പും കിട്ടൂല. അതൊക്കെ നമ്മുടെ സാറ് കണ്ടുപിടിച്ചോളും. ഏത് ക്രിമിനലും ഒരു തെളിവെങ്കിലും ബാക്കി വെക്കും. പക്ഷെ ഇവിടെ തെളിവോ? എന്ത് തെളിവാ വേണ്ടത്? മരിച്ചത് രാമൻ ജോത്സ്യരാണെങ്കിൽ കൊന്നത് ദിഗംബരൻ തന്നെയാ. പണിക്കരെ, സാർ തനിക്ക് ദിഗംബരന്റെ എവിടെ അറിയോ? അറിയാം സാർ.